ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് നൽകിയ ഭാഗ്യവർണ്ണനകളിലൂടെയാണല്ലോ നാം ഈ ദിവസങ്ങളിൽ കടന്നു പോകുവാൻ ഇടയായിട്ട് തീരുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തെ അധികരിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായിട്ട് തീർന്നത്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും എന്നുള്ള മനോഹരമായ പാഠം നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. നീതിക്കുള്ള വിശപ്പ് എന്നുള്ളതിനാൽ എന്തർത്ഥമാക്കുന്നു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാം, കർത്താവ് നമ്മെ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വലിയ അനുഗ്രഹത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ അനുഗ്രഹത്തിൻ്റെ മഹത്വം നമുക്ക് വർണ്ണിച്ച് തീർക്കുവാൻ പ്രയാസമാണ്. പാപികളും ദോഷികളുമായിരുന്ന നാം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നീതി സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ കണക്കിട്ടു എന്നുള്ളതായ വലിയ സത്യമാണ് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ 2-ാമത്തെ സ്റ്റെപ്പും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അങ്ങനെ നീതീകരിക്കപ്പെട്ട ആളുകൾ ഏതു നിലവാരത്തിൽ നീതിയോടെ ജീവിക്കണം എന്നുള്ളത് യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കാനിടയായിട്ട് തീർന്നൊരു കാര്യം, ഒരു ദൈവ പൈതൽ നീതിയോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ ഗുണനിലവാരത്തിൽ സാക്ഷ്യം വഹിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഉന്നതമായ ലക്ഷ്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഈ ലക്ഷ്യമുള്ളവർക്ക് നീതിക്കുള്ള വിശപ്പും ദാഹവും ഉണ്ടാവുകയുള്ളൂ. ലക്ഷ്യം വളരെ ചെറുതാണെങ്കിൽ നീതിക്കുള്ള വിശപ്പും ദാഹവും ഉണ്ടാകുന്നതിന് സാധ്യതയില്ല. അതിനൊരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോ നിയമങ്ങളോ പിടികൂടാതിരിക്കാനുള്ള ഒരു നീതിയാണ് ഒരു വിശ്വാസി ലക്ഷ്യമാക്കുന്നതെങ്കിൽ, ഞാനതിനിങ്ങനെ ഒരു പേര് കൊടുക്കുകയാണ്, സാമാന്യമായിട്ടുള്ളൊരു നീതിയാണ് ഒരു വിശ്വാസി ലക്ഷ്യമാക്കുന്നതെങ്കിൽ മിക്കവാറും നീതിക്കുള്ള വിശപ്പുണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഒരു ദിവസം അങ്ങനെ പോലീസിനാലൊക്കെ പിടിക്കപ്പെടാതെയൊക്കെ കഴിഞ്ഞുകൂടിയാൽ അവർ വളരെ തൃപ്തരായിരിക്കും. അവർക്കങ്ങനെ നീതിക്കുള്ള വിശപ്പ് ഉണ്ടാകാനുള്ളതായ സാധ്യതയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളേണ്ടിയ സത്യമാണ്. ഇത് നിങ്ങൾ ചിന്തിക്കണമെന്നും വേറെ ചില ഉദാഹരണങ്ങൾ കണ്ടെത്തണം എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. അപ്പം നിങ്ങളങ്ങനെ ചിന്തിച്ച് വേറെ ഏതെങ്കിലും ഉദാഹരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ അത് ഓർപ്പിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്.
ഇപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുന്നതായ ഒരു ക്രമീകരണമല്ലല്ലോ. ഒരു ഉദാഹരണം കൂടെ ഞാൻ കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് എടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ഗിരിപ്രഭാഷണത്തിൽ തന്നെ കർത്താവ് നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയണം എന്നുള്ളതായ വളരെ വിലപ്പെട്ടൊരു പ്രബോധനം 5-ാം അധ്യായത്തിൻ്റെ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നൽകുന്നുണ്ട്. ആ വാക്യം നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. അതുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് ഈ പ്രസംഗത്തിൽ പറഞ്ഞത്, നിങ്ങൾ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയോട് ജീവിച്ചാൽ പോരാ, പിന്നെ അതിനെ കവിയുന്ന നീതിയോടുകൂടി നിങ്ങൾ ജീവിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നുള്ളതായ കാര്യം കർത്താവ് അവിടെ വ്യക്തമാക്കുകയാണ്. ഞാൻ അവിടെ നിന്നൊരു ഉദാഹരണം പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. അത് ഈ പഠനത്തിൽ തന്നെ ആ ഉദാഹരണം ഞാൻ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ട് ആ വാക്യം വായിച്ച് വിശദീകരിക്കേണ്ടതില്ല എന്ന് കരുതുകയാണ്. മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം എന്നുള്ളത് ദൈവം കൊടുത്തിട്ടുള്ളതായ വളരെ കൃത്യമായിട്ടുള്ള കൽപ്പനയാണ്. പഴയ നിയമത്തിലും ആ കൽപ്പന നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ ആ കൽപ്പന നമുക്ക് വളരെ ഗൗരവമായിട്ട് ദൈവാത്മാവ് ആവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. 1 തിമോഥെയോസ് 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരും ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മേപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാൻ പഠിക്കട്ടെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ദൈവസന്നിധിയിൽ പ്രസാദകരമായിട്ടുള്ളതായ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം പഴയ നിയമവും പുതിയ നിയമവും എത്രയോ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഇതിനൊരു കുറുക്കുവഴി കണ്ടെത്തിയ കാര്യം നമ്മൾ ചിന്തിച്ചായിരുന്നു. അവർ ഈ വിലപ്പെട്ട ദൈവകൽപ്പനയെ ദുർബലമാക്കിയതിന് അവിടെ ഒരു വാക്ക് നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരാ കൽപ്പനയെ ദുർബലമാക്കിയപ്പോൾ എനിക്ക് മാതാപിതാക്കൾക്ക് ഉപകാരമായി വരേണ്ടിയ കാര്യം ഖുർബാൻ അർത്ഥാൽ വഴിപാട് എന്ന് പറഞ്ഞാൽ മതി, പിന്നെ മാതാപിതാക്കൾക്കൊന്നും ചെയ്യേണ്ടതില്ല എന്നൊരു രീതിയിലേക്ക് പരീശന്മാരും ശാസ്ത്രിമാരും വ്യതിചലിക്കുകയും ജനത്തെ വ്യതിചലിപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിതിനൊരു ഉദാഹരണം പറയുമ്പോൾ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരാൾ അങ്ങനെ മാതാപിതാക്കൾക്ക് ഒരു പ്രത്യുപകാരവും ചെയ്യാതെ അത് ദൈവാലയത്തിലേക്ക് വഴിപാട് എന്ന് പറയാൻ ഇടയായിട്ട് തീർന്നാൽ ആ വ്യക്തി ഇവരുടെ നീതിയുടെ മുമ്പിൽ കുറ്റക്കാരല്ല. കാരണം അത് അവർ കണ്ടുപിടിച്ചതായൊരു പുതിയ വഴിയായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അവർ ദൈവം കൊടുത്തതായ വിലപ്പെട്ട കൽപ്പനയെ ദുർബലമാക്കുകയായിരുന്നു എന്ന് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഈ പരീശന്മാരും ശാസ്ത്രിമാരും പഠിപ്പിച്ച കാര്യം ഒരാൾ ഉൾക്കൊള്ളാനിടയായിട്ട് തീർന്നാൽ ഈ നീതിയുടെ മുമ്പിൽ ഒരു വിശപ്പോ ദാഹമോ ഉണ്ടാവുകയില്ല. കാരണം ദൈവത്തിൻ്റെ പ്രമാണം വിട്ടാണ് ഈ കാര്യം ചെയ്യുന്നതെങ്കിലും ഞാൻ ഇത്രയും കാര്യം ചെയ്യുന്നുണ്ടല്ലോ, ദൈവാലയത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് മതിയെന്നാണല്ലോ എന്നുള്ളതായ ആ സംതൃപ്തിയോടെ ഈ വ്യക്തി ജീവിക്കാനുള്ളതായ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മൾ ഏത് സ്റ്റാൻഡേർഡ് മുമ്പിൽ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നീതിക്കുള്ള വിശപ്പും ദാഹവും ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം എന്ന് വരികിൽ നാം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലെ ആ വാക്യത്തിൽ വായിക്കുന്നത് പോലെ എനിക്ക് യേശുക്രിസ്തുവിൻ്റെ നീതിയോടെ ജീവിക്കണം എന്നുള്ളതായ ആ വലിയ ലക്ഷ്യം സൂക്ഷിക്കുവാനായിട്ട് സാധിക്കണം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ
നമ്മുടെ കർത്താവ് നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയണം എന്നുള്ളതായ പ്രബോധനം നൽകിയിട്ട് 21-ാമത്തെ വാക്യത്തിൽ അതിനൊരു മനോഹരമായ ഉദാഹരണമുണ്ട്. 21-ാം വാക്യത്തിൽ മാത്രമല്ല, ഇനി ആ പ്രസംഗത്തിലൂടെ നമ്മൾ പോകുമ്പോൾ പല ഉദാഹരണങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റു ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പ്രസംഗത്തിൻ്റെ ഉള്ളിലേക്ക് തുടർന്ന് പോകുമ്പോൾ ഓർപ്പിക്കാം എന്നാഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രമാണം ഒന്ന് വ്യക്തമാക്കേണ്ടതിനു വേണ്ടി 21-22 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ ഒരു കാര്യം ഞാനൊരു ഉദാഹരണമായിട്ട് വിശദീകരിക്കാം. ഇനി അത് വിശദീകരിക്കുമ്പോൾ ഒത്തിരി സമയം അത് വിശദീകരിക്കേണ്ടി വരികയില്ല എന്നും ഞാൻ കരുതുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും സ്വീകാര്യമായൊരു നീതിയെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അതായത് നമുക്ക് മനപ്പാടം അറിയാവുന്നതായിരിക്കും അത്, എങ്കിലും നമ്മളൊന്ന് വായിച്ചു പോകാം എന്ന് കരുതുന്നു. 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ആ പ്രസംഗത്തിലുള്ള ആ പ്രമാണം ശരിക്കും ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും യാതൊരു ഇടർച്ചയുമുള്ള പ്രമാണമല്ല. കാരണം ആ പ്രമാണം കർത്താവ് ന്യായപ്രമാണത്തിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് അവർ ഈ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് ഉത്സാഹിക്കുന്നവരുമാണ്. അപ്പം അതുകൊണ്ട് കർത്താവ് ആ കാര്യം എടുത്ത് പറയുകയാണ്. ആ പ്രതിപാദനത്തിലൊരു കാര്യം നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതെന്തുകൊണ്ട് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നുള്ളതിനൊരു കാരണം പൊതുവെ വിശദീകരിക്കപ്പെടുന്നത്, ഈ അന്ന് ഉള്ള ആ തലമുറയിൽ അനേക ആളുകൾക്കും ബഹുഭൂരിപക്ഷത്തിനും എബ്രായ ഭാഷ വായിക്കാനായിട്ട് കൃത്യം അറിയാവുന്ന ആളുകളായിരുന്നില്ലെന്നാണ് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരധികവും കേൾക്കുന്നത് സിനഗോഗുകളിൽ പോയി ഇത് വായിച്ച് കേൾക്കുകയാണ്. അപ്പോൾ ഇത് വായിക്കാവുന്ന ആളുകളുണ്ട്. വായിച്ചാൽ അവർ കേട്ടാൽ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ വായിക്കാൻ പറ്റുന്നതായ എബ്രായ ഭാഷയിലുള്ള പരിജ്ഞാനം അന്ന് എല്ലാവർക്കും ഒരു യഹൂദിനും അത് വേണ്ടതാണ്, പക്ഷേ അതുണ്ടായിരുന്നില്ല എന്നാണ് അതിനെക്കുറിച്ച് പൊതുവെ വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഈ പ്രമാണം അവർ ധാരാളം കേട്ടിട്ടുണ്ട്. കേട്ടതുകൊണ്ട് അവർക്ക് ആ വിഷയത്തിൽ നല്ല അറിവുമുണ്ട് എന്നുള്ളതായ കാര്യം കർത്താവ് ഇവിടെ എടുത്ത് പറയുകയാണ്. പ്രിയപ്പെട്ടവർ, ഞാനിപ്പോൾ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് നൽകിയ ഈ പ്രബോധനം ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും മുഴുവനായിട്ടും സ്വീകാര്യമായിട്ടുള്ള പ്രമാണമാണ്. കാരണം കുല ചെയ്യരുത്, കുല ചെയ്താൽ ആ വ്യക്തി ന്യായവിധിക്ക് യോഗ്യനാകും എന്നുള്ളതായ കാര്യത്തിൽ അവർക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷെ അടുത്ത വാക്യത്തിൽ കർത്താവ് അതാ കൽപ്പനയെ ഒന്ന് പരിഷ്കരിച്ച് പറയുവാനിടയായിട്ട് തീർന്നു. അത് നമുക്കറിയാം. 22-ാമത്തെ വാക്യത്തിൽ ഞാനങ്ങ് പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അവിടെ ഈ കർത്താവ് 22-ാമത്തെ വാക്യത്തിൽ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന വേറൊരു നീതി വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. 22-ാമത്തെ വാക്യം
ഈ പ്രസംഗം ശാസ്ത്രിമാരോ പരീശന്മാരോ ഒക്കെ കേൾക്കുന്നുണ്ട് എന്ന് വരികിൽ അവർക്കിത് സ്വീകാര്യമായിട്ടുള്ളതായ നീതിയല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം പറഞ്ഞ കൽപ്പനയോട് അവർക്ക് വിരോധമില്ല, അതവർ കൃത്യമായിട്ട് സൂക്ഷിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ കർത്താവ് വളരെ ഗൗരവത്തോടു കൂടി ആ കൽപ്പനയെ പുതുക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഗിരിപ്രഭാഷണത്തെക്കുറിച്ചൊരു ദൈവദാസൻ എഴുതിയിട്ടുള്ളൊരു വാചകം ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ന്യായപ്രമാണം പാപമാകുന്ന വൃക്ഷത്തിൻ്റെ എല്ലാവർക്കും കാണാവുന്ന ഫലത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. പാപത്തിനൊരു വൃക്ഷത്തോട് സാമ്യപ്പെടുത്തിയാൽ അതിനുള്ള ഫലത്തിനെതിരെയാണ് ന്യായപ്രമാണം സംസാരിക്കുന്നത്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത് എന്നൊക്കെയുള്ളതായ കൽപ്പനകൾ എന്ന് പറയുന്നത് ആ പാപമാകുന്ന വൃക്ഷത്തിൻ്റെ എല്ലാവർക്കും കാണാവുന്ന ഫലത്തിനെതിരെയുള്ള വാക്കുകളാണ്. പക്ഷേ ആ ദൈവദാസൻ അടുത്ത് പറയുന്നത്, നമ്മുടെ കർത്താവ് പാപമാകുന്ന വൃക്ഷത്തിനെതിരെ സംസാരിക്കുമ്പോൾ ആരും കാണാതെ മറഞ്ഞിരിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ വേരിനെതിരെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവ് പാപത്തിനെതിരെ സംസാരിക്കുമ്പോൾ പ്രവൃത്തിയിൽ പാപം വരാതിരുന്നാൽ പോരാ, പിന്നെയോ ആ പാപം ഹൃദയത്തിൽ ആരംഭിക്കുന്നിടത്ത് പാപമായി കാണണം എന്നുള്ളതായ വലിയ സത്യം ഈ വേദഭാഗത്ത് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കട്ടെ, ഇവിടെ കർത്താവ് ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന നീതിയെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതായ വലിയ ഉൾക്കാഴ്ച നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ കുല ചെയ്യരുതെന്നുള്ളൊരു കൽപ്പന നമ്മൾ എടുത്താൽ നമുക്ക് ആർക്കും ഒരു കുറ്റബോധം തോന്നുകയില്ല. കാരണം അക്ഷരാർത്ഥത്തിൽ നമ്മൾ ആ പാപം ഇതുവരെ ചെയ്തിട്ടില്ല. സാധാരണക്കാരും ചെയ്യുന്നതായൊരു കാര്യമല്ല. ഓക്കെ, അത് ആ കാര്യം കുഴപ്പമില്ല, ഞാനിതുവരെ അത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതായ തൃപ്തിയോടെ ആയിരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ അടുക്കലൊരു പ്രമാണിയായ യുവാവ് വന്ന കാര്യവും നിത്യജീവനെ പ്രാപിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച കാര്യമൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ന്യായപ്രമാണം അനുസരിക്കാൻ കർത്താവ് പറഞ്ഞു. അപ്പോൾ അവനൊരു പരമാർത്ഥമായിട്ടാണ് പറഞ്ഞത്, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പ്രമാണിച്ച് വരുന്നതാണ് എന്ന് പറഞ്ഞാൽ അവരെന്തൊരു തൃപ്തിയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള ഗുരുതരമായ പാപങ്ങൾ ചെയ്യരുത് എന്നുള്ളതായ ആ കൽപ്പനയുടെ മുമ്പിൽ നമുക്ക് ആർക്കും ഒരു കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ളതായ ആ തൃപ്തിയോടെ ജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെ ആ സ്റ്റാൻഡേർഡ് നാം ഏത് കാണുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇരിക്കുന്നത്. പക്ഷേ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ പരമാർത്ഥികളാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറ്റബോധം തോന്നും. തെറ്റിയിട്ടുണ്ടല്ലോ, എത്രയോ വട്ടം തെറ്റിയിട്ടുണ്ട്, നമുക്ക് ആരോടൊക്കെ കോപം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കർത്താവ് 22-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തിയതായ ആ നീതിയുടെ പ്രമാണത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരല്ലാത്തവർ തുലോം ചുരുക്കമാണ് ആയിരിക്കും. ഒരിക്കലെങ്കിലും തെറ്റാത്ത ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തിയതായ ആ നീതി അതെത്രയോ ഉന്നതമായൊരു നീതിയാണ് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഞാനിന്ന് പകൽ ഈ വായനത്തിന് മുമ്പിൽ ഇരിക്കുന്ന നമ്മൾ ഓർത്തു, 22-ാമത്തെ വാക്യം ഒരു വിശ്വാസി ഏറ്റവും കൃത്യമായിട്ട് അനുസരിച്ചാൽ, കോപമുണ്ടാകാം, പലരോടും കോപിച്ചിട്ടുണ്ടായിരിക്കാം, ആ കോപം രഹസ്യമായി ഹൃദയത്തിൽ ആരംഭിക്കുന്നതാണ്. അത് പരസ്യമായിട്ട് വെളിപ്പെട്ടാലേ മറ്റുള്ളവരും അറിയുവാനിടയായി തീരുകയുള്ളൂ. അപ്പോൾ പരസ്യമായി വെളിപ്പെടുന്നതിന് മുമ്പ്
കോപം മനസ്സിൽ തിളയ്ക്കുന്നതിനൊക്കെ വളരെയധികം സാധ്യതയുള്ളൊരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഹൃദയത്തിൽ സഹോദരനോട് കോപിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവ് മാളികമുറിയിലെ പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നല്ലോ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അപ്പോൾ എനിക്കൊരു സഹോദരനോട് കോപം ഹൃദയത്തിലുണ്ടായി, അത് വെളിപ്പെട്ടില്ല. പക്ഷേ വെളിപ്പെട്ടില്ലെങ്കിലും എനിക്കത് വളരെ കൃത്യമായി തിരിച്ചറിയാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആത്മാവ് ബോധ്യപ്പെടും, നീ തെറ്റിയില്ലോ. കാരണം കർത്താവിയുടെ 22-ാമത്തെ വാക്യത്തിൽ നൽകിയതായ കൽപ്പന നീ ലംഘിച്ചല്ലോ, വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും അത് ഞാൻ അറിയുന്നുണ്ടല്ലോ എന്നുള്ളതായ കാര്യം ബോധ്യപ്പെടുത്തുവാനിടയായിട്ട് തീരും. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ആ പാപമോ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുമ്പോൾ കർത്താവേ ഞാൻ തെറ്റിപ്പോയല്ലോ, അതിനെ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് കർത്താവിനോട് പറഞ്ഞ് അതോർത്ത് മാനസാന്തരപ്പെട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നത് നമ്മുടെ ഒരു ആത്മീക ശീലമായിട്ട് തീരുമ്പോൾ പാപത്തിൻ്റെ വാക്കുകളിലേക്കോ പ്രവൃത്തികളിലേക്കോ പോകാതെ ഒരാൾക്ക് തന്നെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം 2 തിമോഥെയോസ് 3:16 വാക്യത്തിൽ നിന്നും നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ളതാകുന്നു എന്നുള്ളതായ വാക്ക് വിശദീകരിച്ചല്ലോ. വേറൊരു ഉദാഹരണത്തിലൂടെയാണ് വിശദീകരിച്ചത്. അതിന് പറ്റിയൊരു ഉദാഹരണമാണ് ഇതും. കാരണം ഒരാളോട് കോപം തോന്നുമ്പോൾ ആ കോപം സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുന്നത് ഒരു നീതിയുടെ അഭ്യാസമാണ്. അപ്പോൾ ആദ്യമൊക്കെ രഹസ്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ച പാപം ഏറ്റു പറയണോ എന്നൊക്കെ ചിലപ്പോൾ ഒരു ചോദ്യം പിശാച് കൊണ്ടുവരാനായിട്ട് ഇടയുണ്ട്. പക്ഷേ നമ്മളതിനെ മറികടന്ന് ഈ കാര്യം ഏറ്റവും ശരിയായിട്ട് നിർവഹിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ നീതിയിലെ അഭ്യാസത്തിൽ നമുക്ക് തഴക്കം ലഭിക്കുവാനും വിജയകരമായിട്ട് ഈ പാപത്തെ അതിജീവിക്കുവാനും സാധിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ദൈവമക്കളായ നാം കർത്താവ് നൽകിയിട്ടുള്ളതായ ഈ പ്രബോധനം ഉൾക്കൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. ഇവിടെ പറയേണ്ട എല്ലാ വാക്യങ്ങളും ഈ പ്രതിപാദനത്തിൽ ഞാൻ പറഞ്ഞെന്ന് വരികയില്ല. എന്തോരം വാക്യങ്ങളിൽ ഈ കാര്യം ദൈവാത്മാവ് വിശദീകരിച്ചിട്ടുണ്ട്. കോപം ഒക്കെ ഉണ്ടായാൽ അത് എത്ര സമയത്തിനുള്ളിൽ പരിഹരിക്കണമെന്നാണ് നമുക്കൊരു കൽപ്പനയുള്ളത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നിടം വരെ അത് വെച്ചുകൊണ്ടിരിക്കണമെന്നില്ല. അപ്പോൾ അത്രയൊന്നും വെച്ചുകൊണ്ടിരിക്കാതെ അതിനൊട്ടും സമയം ദീർഘിപ്പിക്കാതെ ദൈവസന്നിധിയിൽ പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ലേഖനത്തിലൊക്കെ വരുമ്പോൾ പിന്നെയും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, കോപിച്ചാൽ എന്ത് ചെയ്യരുത്, പാപം ചെയ്യരുത്. അപ്പോൾ കോപം ഉള്ളിൽ വരുന്നത് തന്നെ പാപത്തിൻ്റെ തുടക്കമാണ്. അത് പാപത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് പോകാതെ വണ്ണം വളരെ എളുപ്പത്തിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം എന്നുള്ളതായ വിലപ്പെട്ട സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഞാൻ ഈ വാക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് 2 പ്രായോഗിക നിർദ്ദേശം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നമ്മൾ ഈ കാര്യം ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ കുടുംബാന്തരീക്ഷം എത്രയോ മനോഹരമായിരിക്കും. വീട്ടിലും ആളുകളോടൊക്കെ കോപമോ പിണക്കമോ ഒക്കെ ഉണ്ടായി പോകുന്നതിനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു പ്രവൃത്തിയിലേക്കോ വാക്കുകളിലേക്കോ വരുന്നതിന് മുൻപ് ദൈവസന്നിധിയിൽ ക്രമപ്പെടാനായിട്ട് സാധിച്ചാൽ നമ്മുടെ കുടുംബത്തിനകത്ത് എത്രയോ വ്യത്യസ്തമായൊരു നിലവാരം, ഐക്യതയുടെയും സ്നേഹത്തിൻ്റെയും നിലവാരം നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ പോലും കൊലോസ്യ ലേഖനത്തിലൊരു പ്രബോധനമുണ്ടല്ലോ, ആരോട് കയ്പായിരിക്കരുത്. ഭർത്താക്കന്മാർക്കുള്ള പ്രബോധനമാണ്, ഭാര്യയോട് കയ്പായിരിക്കരുത്. അപ്പോൾ ആ കയ്പ് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കപ്പെടുന്നു എന്ന് വരുന്നത് അത് വളരെ ദോഷത്തിന് കാരണമായിട്ട് തീരും. അതുകൊണ്ട് കൽപ്പന തന്നിരിക്കുകയാണ്,
ഭാര്യയോട് കയ്പായിരിക്കാൻ പാടില്ല. അപ്പോൾ ആ കയ്പങ്ങ് തുടങ്ങിയാൽ അത് ആരും അറിയുന്നതിന് മുമ്പ്, ഭാര്യ പോലും അറിയുന്നതിന് മുമ്പ് അതിന് പരിഹാരം വരുത്തി ക്രമപ്പെടാനുള്ളതായ വലിയ സാധ്യത ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നീ പഠിപ്പിക്കുന്ന പ്രമാണം നിങ്ങൾ വളരെ കൃത്യമായി പാലിച്ചാൽ നിങ്ങളുടെ കുടുംബം വളരെ മനോഹരമായ ഐക്യതയുടെയും സ്നേഹത്തിൻ്റെയും സാക്ഷ്യം കൊടുക്കുവാൻ ഇടയായിട്ട് തീരും. ഈ പ്രമാണത്തിൻ്റെ ലംഘനമാണ് വ്യാപകമായിട്ടുള്ളതായ അനൈക്യതയ്ക്കും പ്രശ്നത്തിനും കാരണമായിരിക്കുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഇനി എൻ്റെ മറ്റൊരു തലം നമ്മൾ ഒത്തിരി വിശദമായിട്ട് ചിന്തിച്ചതാണല്ലോ. 131 സങ്കീർത്തനം വിശദമായിട്ട് ഓർത്തതാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഒരു സഭയിൽ ഇങ്ങനെ സഹോദരനോട് കോപിക്കാത്തതായ ആ ഉന്നതമായ നീതിയുടെ നിലവാരം സഭാംഗങ്ങൾക്ക് സൂക്ഷിക്കാനായിട്ട് സാധിച്ചാൽ നമ്മുടെ സഭയുടെ അന്തരീക്ഷം എത്രയോ വ്യത്യസ്തപ്പെടുവാൻ ഇടയായിട്ട് തീരും. ദൈവസഭ എന്തൊരു മഹത്വപൂർണമായ സ്ഥാപനമാണ് എന്നുള്ളതായ സത്യം നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഉന്നതമായ ഈ നീതിയുടെ പ്രമാണം എത്രയോ ഉയർന്ന നിലവാരത്തിൽ സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം നമ്മെ ഒരുക്കുവാൻ ഇടയായിട്ട് തീരും. നമുക്കെല്ലാം അറിയാവുന്ന എഫേസ്യർ 4:3 ഞാനിവിടെ ഒന്ന് പറഞ്ഞു പോകാം. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ, അടുത്ത വാക്ക് എന്താ, ശ്രമിക്കുകയും ചെയ്യുവിൻ. ആ ശ്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്ന കോപം മുതലായ പാപത്തെ വളരെ സൂക്ഷ്മതയോടെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ഇനി ഞാനിതിൽ ഈ വലിയ സത്യത്തെ വിശദമാക്കുന്നതായ ഒരു ബൈബിൾ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ഒന്ന് കണക്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ ചരിത്രം നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണുമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ഈ പ്രമാണം പ്രായോഗികമാക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആരാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കയീൻ്റെ ചരിത്രം ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഇന്നും ആ ചരിത്രത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, എന്തൊരു വിശദമായിട്ടാണ് ഈ ചരിത്രം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചരിത്രം നല്ല പരിചയമുള്ള ചരിത്രമാണ്. എങ്കിലും ഒന്നങ്ങ് വായിച്ച് പോകാം. അതിൽ നിന്ന് 1-2 കുറിപ്പുകൾ മാത്രം ഞാനൊന്ന് എടുത്ത് പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഈ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ? ഈ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം ബാധിച്ചു കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. അവൾ അവിടെ കയീന് കോപമുണ്ടായി. അത് വളരെ കൃത്യമായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ്. കയീന് കോപമുണ്ടായി. ഞാനീ ചരിത്രം വായിക്കുമ്പോഴൊക്കെ ഓർക്കും, കയീൻ കാര്യം ദൈവത്തിന് പ്രസാദമായി യാഗമർപ്പിക്കാൻ പറ്റാത്ത ആളാണ്. പക്ഷേ ഈ മനുഷ്യനോട് എന്തോ ഒരു ആർദ്രതയോടു കൂടിയാണ് ദൈവം ഇടപെടുന്നതായി നമ്മൾ
കാണുന്നത്. അതുകൊണ്ട് നമുക്ക് പരിചയമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുകയാണ് ഇവിടെ. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. കാരണം ഇവൻ്റെ ജീവിതത്തിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ കുറ്റമല്ല, അവൻ്റെ സഹോദരൻ ഹാബേലിൻ്റെയും കുറ്റമല്ല, അവൻ്റെ മാത്രം കുറ്റമാണ്. അപ്പോൾ അവനിലും പ്രസാദിച്ചില്ല, അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അപ്പോൾ അത് ന്യായമായിട്ട് അവന് കോപിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എവിടെയാണ് കുഴപ്പം പറ്റിയെന്നുള്ളത് ചിന്തിച്ച് അതിന് പരിഹാരം വരുത്തിയാൽ മതി. അവന് ചിന്തിച്ചിട്ട് അതിന് വലിയ പിടുത്തം കിട്ടുന്നില്ലെങ്കിൽ അവൻ്റെ സഹോദരനോട് ചോദിക്കാം, നിന്നിലും നിൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചല്ലോ, എന്നിലും എൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ലല്ലോ, എന്തായിരിക്കും കുഴപ്പം പറ്റിയത്? അപ്പോൾ അത് ഒരുപക്ഷെ അവന് ചോദിച്ചും അന്വേഷിച്ചും അത് മനസ്സിലാക്കി തിരുത്തി പോകാനായിട്ട് ഒരു പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ അതിനുവേണ്ടി ദൈവം പ്രസാദിച്ച സഹോദരനോട് അസൂയപ്പെട്ട് ആ സഹോദരന് എതിരെ കോപിച്ച് വല്ലാത്ത പാപത്തിലേക്ക് ചെന്നുപെടേണ്ടതായ കാര്യമില്ല. ഞാനൊരു സന്ദേശം അവിടെ കൈമാറുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, കുറവുകളൊക്കെ മറ്റുള്ള ആളുകളോടുള്ള അസൂയയ്ക്കും എതിർപ്പിനും കാരണമായിട്ട് തീരുന്നത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. പരാജയമോ കുറവൊക്കെ ഉണ്ടായാൽ ദൈവസന്നിധിയിൽ നിന്ന് പരിശോധിക്കാം, കർത്താവേ എന്താ എൻ്റെ കാര്യം, അത് ദൈവത്തോട് ചോദിക്കാം. അല്ല, ഇനി ആ കാര്യം ദൈവത്തോട് ചോദിച്ചിട്ട് കൃത്യമായി മനസ്സിലാകുന്നില്ലെങ്കിൽ അവൻ്റെ സഹോദരനോട് ചോദിക്കാം, അവനോട് ഈ കാര്യം ആരായാം. അപ്പോൾ അവൻ്റെ അനുഭവത്തിൽ നിന്ന് അവന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് പലപ്പോഴും അതിനുള്ള വലിയ സാധ്യതയുണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളതായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാം കാണുന്നതായ കാര്യം, അവന് ഏറ്റവും കോപമുണ്ടായി. പിന്നെ വായിക്കുന്ന അവൻ്റെ മുഖം വാടി. അപ്പോൾ സഹോദരനുള്ളതായ കോപം അവൻ്റെ എല്ലാ സന്തോഷവും നഷ്ടപ്പെടുത്തി അവൻ ദുഃഖിതനായിട്ട് തീരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഈ കോപപ്രകൃതമുള്ള ആളുകൾക്ക് സന്തോഷമായിരിക്കാൻ കാര്യമായ സമയമുണ്ടാവില്ല. കാരണം കോപം എപ്പോഴും ദുഃഖത്തിലേക്കും നിരാശയിലേക്കും മനുഷ്യനെ നയിക്കുമെന്നുള്ളത് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നതായൊരു കാര്യമാണ്. ഒരാൾ കോപിച്ച് ഒരിക്കലും സന്തോഷമായിട്ടിരിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിൻ്റെ മേൽ വിജയം വരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ഇവിടെ നമ്മുടെ കർത്താവ് പറഞ്ഞ ഉപദേശത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാം. കോപം എന്തൊരു ഭയാനകമാണ്. കാരണം കൊല ചെയ്യരുത് 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് ന്യായപ്രമാണത്തിലെ കൽപ്പന എടുത്ത് പറഞ്ഞിട്ട് 22-ാമത്തെ വാക്യത്തിൽ സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പറഞ്ഞപ്പോൾ കോപം വലിയ ഗുരുതരമായ പാപത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കാൻ ഇടയുള്ളതാണെന്നുള്ളതായ വലിയ സത്യം ഈ സംഭവത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുകയാണ്. ഇനി 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ചോദ്യം ചെയ്യുന്ന വാക്കുകളിലൂടെ ഇതിൻ്റെ ഭയാനകത കയ്യിന് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുമായിരുന്നു. വളരെ എളുപ്പത്തിൽ ഈ ചോദ്യം ചെയ്യലിലൂടെ ഇതിൻ്റെ ഭയാനകതയും ഉൾക്കൊള്ളാമായിരുന്നു, അവൻ്റെ പരാജയവും ഉൾക്കൊള്ളാനായിട്ട് ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. ദൈവം ഇവനോട് സംസാരിക്കുക, യഹോവ കയ്യിനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? കാരണം ദൈവം ഇവനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് കാണുകയാണ്. എന്നിട്ട് അവന് പറ്റിയ കുഴപ്പം എന്താണെന്നുള്ളത് അടുത്ത വാക്യത്തിൽ ദൈവം അവനോട് പറയുന്നു എന്നുള്ളതും നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞ്
അവൻ്റെ ഭാഗത്ത് വന്ന പരാജയം എത്രയോ വ്യക്തമായിട്ട് ഓർപ്പിക്കുക. ഞാൻ എന്തിനാ ഈ വാക്കുകൾ എടുത്ത് വിശദീകരിക്കുന്നതെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങളിലൂടെ, പാപത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുവാൻ ഇടയായിട്ട് തീരുമ്പോൾ കയ്യിനോട് ചോദിച്ച ഈ ചോദ്യം നമ്മോട് ചോദിക്കുന്ന ചോദ്യമായിട്ട് നമുക്ക് ഉൾക്കൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഇന്ന് ഞാൻ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ ഇനി ആരോടെങ്കിലുമൊക്കെ കടുത്ത കോപവും വിഷമമൊക്കെ ആയിട്ട് ഇന്ന് ക്ലാസ്സിൽ വന്നവരോ അല്ല ഈ ക്ലാസ് പിന്നീട് കേൾക്കുന്നവരിലോ ഒക്കെ ആരെങ്കിലും ഉണ്ട് എന്ന് വരികിൽ, ഈ ചോദ്യം ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഈ മുന്നറിയിപ്പ് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. കയ്യിനെ ചോദ്യം ചെയ്യുകയാണ്. അവന് തോൽപ്പിക്കാനല്ല ചോദ്യം ചെയ്തത്, പിന്നെയോ അവനെ ശരിയായ പാതയിൽ നടത്തേണ്ടതിനു വേണ്ടി ചോദ്യം ചെയ്യുകയാണ്. അടുത്ത വാചകം നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുണ്ട്. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു. അടുത്ത സന്ദേശം അടുത്ത വാചകത്തിലുണ്ട്, നീയും അതിനെ എന്ത് ചെയ്യണം? കീഴടക്കണം. അപ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് ദൈവം ഈ കയ്യിനോട് സംസാരിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ അതിശക്തമായ അപകട മുന്നറിയിപ്പ് കയ്യിന് ദൈവം തത്സമയത്ത് കൊടുക്കുകയാണ്. കോപമുണ്ടായി, അവനെ അത് അറിഞ്ഞിട്ടുള്ളൂ, അവൻ്റെ പാവം സഹോദരൻ അറിയാൻ പാടില്ല. പക്ഷെ ദൈവം അതറിഞ്ഞ് തത്സമയത്ത് അവന് മുന്നറിയിപ്പ് കൊടുക്കുന്നു എന്നുള്ളത് എന്തൊരു ദൈവകൃപയാണ്. ദൈവം ചെയ്യുന്ന കാര്യമെല്ലാം തത്സമയത്താണ് ചെയ്യുന്നത്. ദൈവം ഈ സമുദ്രത്തിലെ ജന്തുക്കൾക്കൊക്കെ ആഹാരം കൊടുക്കുന്നത് പോലും വല്ലപ്പോഴുമാണ്, തത്സമയത്താണ് ചെയ്യുന്നത്. നമ്മൾ കർത്താവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എബ്രായലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കാണുന്നത് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി. അപ്പോൾ തത്സമയത്തുള്ള സഹായം കൊടുത്ത് പാപത്തിൽ വീണ് തകർന്നു പോകാതിരിക്കത്തക്കവണ്ണം കയ്യിനോട് എന്തോരാർദ്രതയോട് കൂടിയാണ് ദൈവം ഇടപെടുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ ഒരു പക്ഷേ ഇത് കേൾക്കുന്ന പലർക്കും തത്സമയത്തുള്ളൊരു ദൈവീക ആലോചനയായിരിക്കും. കാര്യം കയ്യിനുള്ള കാര്യമാണ് ഈ പറയണത്. പക്ഷേ നാം ചിലപ്പോൾ ഇതേ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരോ ആ പ്രതിസന്ധിയിൽ തുടരുന്നവരോ ആയിരിക്കും. അതുകൊണ്ട് കയ്യിന് ദൈവം കൊടുത്ത ഈ ആലോചന ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന ദൈവമക്കൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന നിലയിലാണ് ദൈവം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതായി നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, കയ്യിനെ പാപം വാതിൽക്കൽ കിടക്കുന്നു. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇത് മൂർഖൻ പാമ്പ് നടക്കലിൽ കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ അത്രമാത്രം ഗൗരവമായിട്ടുള്ളതായ അടിയന്തരമായി ശ്രദ്ധ തിരിക്കേണ്ടതായ ഒരു കാര്യമാണ് മുന്നറിയിപ്പായിട്ട് കയ്യിനോട് ദൈവം പറയുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കുന്നു, കഴിഞ്ഞ നാളിൽ ദൈവം എത്രയോ സന്ദർഭങ്ങളിൽ നമുക്ക് അടിയന്തരമായ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതൊക്കെ കേട്ട് പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ എത്രയോ പാപങ്ങളിൽ വീഴാതെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരണം കൂടാതെ ഓർപ്പിക്കുകയാണ്, പാപത്തിൻ്റെ വലിയ ഭയാനകതയും അതിൻ്റെ പോരാട്ടവും
കയീനോട് എത്രയോ വ്യക്തമായിട്ട് പറയുക. എബ്രായർ 12:4 ഒന്ന് കുറിച്ചിട്ടുള്ളൂ. നമുക്ക് പാപത്തോട് പോരാട്ടമുണ്ട്. അവിടെ എബ്രായ ലേഖനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ദൈവമക്കളെ കുറ്റപ്പെടുത്തുകയാണ്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. സന്ദേശം എന്താണ്? പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്ന് പാപത്തെ കീഴ്പ്പെടുത്താനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഇവിടെ നമ്മൾ വളരെ അലേർട്ടായിരിക്കണം. അലസമായി പോയാൽ പാപം നമ്മെ കീഴ്പ്പെടുത്തി പാപം ജയമെടുക്കുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ കയീനോട് ദൈവം വളരെ ഗൗരവമായിട്ടാണ് പാപത്തിൻ്റെ വക്കിൽ അവൻ നിൽക്കുമ്പോൾ അവനോട് സംസാരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. പിശാചിൻ്റെ മറുവശത്തൊരു കാര്യം ചെയ്യും. ഒരു വിശ്വാസി പാപത്തിൽ വീഴുന്നത് വരെ പാപത്തിൻ്റെ ഗൗരവവും പാപത്തിന്മേൽ ദൈവം നൽകുന്ന ശിക്ഷയെയും വളരെ ലഘൂകരിച്ച് സംസാരിക്കും. എന്തോട്ടത്തിൽ അതല്ലേ നടന്നത്? ദൈവം പറഞ്ഞു, ഈ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്തൊരു ഗൗരവമായിട്ടാണ് പറഞ്ഞത്. 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പിശാചു എന്ന് തന്നെ പറഞ്ഞത്, നീ മരിക്കുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞാൽ പാപത്തെ വളരെ ലഘൂകരിക്കുകയാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണെന്ന്, ഇതൊന്നും ചെയ്യാത്ത ആളുകളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പാപത്തെ വളരെ ലഘൂകരിക്കുവാൻ ഇടയായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പിശാചിൻ്റെ കണിയിൽ അകപ്പെട്ടു പോകരുത്. കൊരിന്ത്യർ പൗലോസ് നൽകുന്ന മുന്നറിയിപ്പ് അതല്ലേ? സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പിന്നെ ഈ ചരിത്രത്തിൻ്റെ ബാക്കി പത്രം നമ്മൾ വായിക്കുമ്പോൾ പാപത്തിൽ വീണു, സഹോദരനോട് കയർത്തു, സഹോദരനെ കുലപ്പെടുത്തി. പിന്നെ കയ്യിൻ്റെ വാക്കുകൾ നമ്മൾ വായിക്കുന്നത്, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. പിന്നെ പറയുകയാണ്, ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും. 4-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ കയ്യിൻ്റെ വിലാപമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പാപത്തിന് വീഴുന്നതിന് മുമ്പ് ദൈവം ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തു. അത് പ്രയോജനപ്പെടുത്തിയില്ല. പാപത്തിന് വീട് കഴിഞ്ഞപ്പോൾ കയ്യിന് വല്ലാത്ത ദുഃഖമായി. പാപത്തിൻ്റെ ദോഷത്തെ ഒരു വിശ്വാസി പാപത്തിൽ വീട് കഴിയുമ്പോൾ പിശാച് അത് പർവ്വതീകരിച്ച് പറയും, ഇനി നിനക്ക് രക്ഷയില്ല കേട്ടോ, നീ ഇത്രയും വലിയ പാപത്തിലല്ലേ വീണത്, ഇനി നിനക്ക് പ്രയോജനപ്പെടാൻ കഴിയുമെന്നാണോ നീ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനെ ഏറ്റവും നിരാശപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുകയാണ്. ഇവനെ കൊല്ലാൻ വേറെ ആരും ഇല്ലെന്ന് വേണം ന്യായമായിട്ട് മനസ്സിലാക്കാൻ. പക്ഷെ വല്ലാത്ത ഭീതി അവൻ്റെ മനസ്സിൽ കയറി കൂടിയിരിക്കുകയാണ്. അവൻ പറയുന്നത്, എന്നെ ആരെങ്കിലും കണ്ടാൽ കൊല്ലും എന്ന് പറഞ്ഞാൽ കുലപാതകം പോലുള്ള പാപങ്ങൾ വേറെ ആരും അതിന്മേൽ നടപടിയെടുക്കാൻ ഇല്ലെങ്കിൽ പോലും വല്ലാത്ത ഭയം അവരെ കടന്നു പിടിക്കുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഈ പരാജയ ചരിത്രം വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നതിൻ്റെ കാരണം, നമ്മൾ ഈ ചരിത്രം മനസ്സിലാക്കി നമുക്ക് കോപമെന്ന പാപത്തിന്മേൽ വിജയകരമായിട്ട് ജീവിക്കുവാൻ, അത് പാപപ്രവൃത്തിയിലേക്ക് നയിക്കുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പാക്കി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് ഞാൻ വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഇന്ന് ഈ ക്ലാസ് പറയുന്നത്. ഇത് നമ്മൾ വിനയത്തോടെ ഉൾക്കൊണ്ട് പ്രയോജനപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പാപത്തിന്മേൽ വിജയകരമായിട്ട് ജീവിക്കാനുള്ളതായ എല്ലാ സാധ്യതയും ഉണ്ട്. ഇനി 22-ാം വാക്യത്തിൽ 2 പരാമർശങ്ങൾ ഞാനൊന്ന് പരാമർശിക്കുക മാത്രം ചെയ്യാം.
പിന്നെ കൂടുതൽ വിശദമാക്കണമെങ്കിൽ ഞാനത് ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഓർപ്പിക്കാം. കർത്താവ് പറഞ്ഞു, സഹോദരനോട് നിസാര എന്നോ മൂഢ എന്നോ പറഞ്ഞ് പോയാൽ, അപ്പോൾ കോപം ഹൃദയത്തിലുള്ള പാപമാണ്. ഈ രണ്ട് പാപങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്ന പാപമാണ്? നാവ് കൊണ്ട് ചെയ്യുന്നതായ പാപമാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവോട് പറയുകയാണ്, നിസാര എന്ന് പറയുന്നതും മൂഢ എന്ന് പറയുന്നതുമൊക്കെ വളരെ ഗൗരവതരമായ കാര്യമാണ്. ഞാനിന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, സഹോദരന്മാരെക്കുറിച്ച് അങ്ങനെ മൂഢ എന്നോ നിസാര എന്നോ ഒക്കെ പറയാനിടയായിട്ട് തീർന്നിട്ടുണ്ടോ? അതിനൊന്നും സഹോദരന്മാർ ചിലപ്പോൾ നടപടി ചോദിച്ച് വന്നിട്ടുണ്ടാവില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ വളരെ ലാഘവമായിട്ട് വാക്കുകൾ ഉപയോഗിക്കാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ടോ? അതിനെല്ലാം പരിഹാരം വരുത്തിയോ? വരുത്തിയില്ലെങ്കിൽ ദൈവാത്മാവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നതായ കാര്യം, ഇതിനൊക്കെ കൃത്യമായ പരിഹാരം വരുത്തി നമുക്ക് നീതിയിലെ അഭ്യാസത്തോടു കൂടി ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമുക്ക് ഇങ്ങനെ ജീവിക്കാനായിട്ട് സാധിച്ചാൽ, പാപത്തിന്മേൽ വിജയം വരിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചാൽ നമുക്ക് തൃപ്തരായിട്ട് ജീവിക്കാം. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമ്മെ കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നതായിരിക്കും. അതുകൊണ്ട് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമുക്ക് വളരെ സൂക്ഷ്മതയോടെ ജീവിക്കാം. പരിചയമുള്ളൊരു വാക്കുകൂടെ പറഞ്ഞ് നിർത്താം. ഒന്ന് രണ്ട് ചുരുക്കം കാര്യങ്ങൾ കൂടി പറയാനുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് വിചാരിക്കുന്നു. ആ വാക്യം വായിക്കേണ്ട ആവശ്യമില്ല. ഉയർത്തെഴുന്നേൽപ്പിൻ അധ്യായത്തിൽ നീതിയെക്കുറിച്ചൊരു ശക്തമായ സന്ദേശമുണ്ട്. 1 Corinther 15 അധ്യായത്തിന് 34 വാക്യം. നിങ്ങളുടെ ഓർമ്മയിൽ ആ വാചകം കാണുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ. അടുത്ത വാക്ക് എന്താ? പാപം ചെയ്യാതിരിപ്പിൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഞാനീ പറഞ്ഞു വന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും അതിൻ്റെ സജീവതയിൽ സൂക്ഷിക്കാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല. നമ്മുടെ കർത്താവിൻ്റെ നീതിയെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും സജീവമായി മനസ്സിൽ നിന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല. നമുക്ക് കിട്ടിയ വിശ്വാസാല നീതീകരണത്തിൽ ലഭിച്ച ആ നീതി, കർത്താവിൻ്റെ നീതി നമ്മുടെ പേരിൽ കണക്കിട്ടതും എപ്പോഴും നമ്മൾ ഓർത്തുകൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഈ വാക്കൊന്ന് എടുത്തു പറഞ്ഞ് നിർത്തട്ടെ. നമുക്ക് നീതിക്ക് നിർമ്മതരായി ഉണരാം. നമുക്ക് കർത്താവ് തന്ന ഈ വലിയ നീതിയെക്കുറിച്ചുള്ളതായ സജീവമായ അവബോധത്തോടെ ജീവിക്കാം. ഈ അവബോധം ഉണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് നീതിമാനായിരിക്കുന്നവർ എനിക്ക് നീതിമാനായി ജീവിക്കണമെന്നുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ, ഇനി നമ്മുടെ വാക്യം പറയുകയാണ്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഉന്നതമായ ലക്ഷ്യമുള്ള ആളുകൾക്ക് നീതിക്ക് വേണ്ടിയുള്ളൊരു വിശപ്പും ദാഹവും മനസ്സിൽ ഉണ്ടായിരിക്കും. അതവർക്ക് ഈ ഉന്നതമായ നിലവാരത്തോടെ ജീവിക്കത്തക്കവണ്ണം അവരെ ഒരുക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഈ വിശപ്പും ദാഹമുള്ളവർക്ക് തൃപ്തരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ചുരുക്കം ചില വാചകങ്ങളെ പറയാനുള്ളൂ, എങ്കിലും സമയം കടന്നതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ പറഞ്ഞ വാക്കുകൾ എന്തൊരു മനോഹരമാണ്. നമുക്ക് നീതിക്കുള്ള വിശപ്പും ദാഹവും ഉള്ളവരായിട്ട് ജീവിക്കാം. തൃപ്തിയോടെ നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മുടെ ഗുരുനാഥൻ്റെ വാക്കുകളും ഉപദേശങ്ങളും എന്തോരു മനോഹരമാണ്. ഞാൻ ഈ വാക്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ അതോർത്ത് ഒത്തിരി സ്തോത്രം ചെയ്യാറുണ്ട്. കർത്താവ് അന്ന് പഠിപ്പിച്ച വാക്കുകൾ എത്ര മനോഹരമായിട്ടുള്ളതായ, അവർ ഭാഗ്യവാന്മാരാണെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ ഭാഗ്യം അനുഭവിക്കുന്ന ദൈവമക്കളായിട്ട് ഈ തലമുറയിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവുക്ക് നമുക്ക് കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.